തീർച്ചയായും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള നിഷേധമായ നിലപാട് വരുന്നതെന്ന് മനസ്സിലായി. ഇതിൽ മനാഫ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. മനാഫ്, ഇപ്പോൾ നമ്മൾ ഒരു അനിശ്ചിതത്വം ആണല്ലോ ഇതിൽ കാണുന്നത്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇതിപ്പോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസം ആവാനായി. 3 മനുഷ്യന്മാർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇതിൻ്റെ ആ വേദന എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് ഉള്ളത്. ഇത്രയും മെനക്കെട്ടിട്ട് ഇന്ന് മീഡിയാസ് രണ്ടാമത് ഇവിടെ വന്ന് നമ്മളെ ഇതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കിയിട്ടാണല്ലോ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഈശ്വർ മൽപ്പ അടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ വൈകുന്നേരം ഇവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ മീറ്റിംഗ് 7 മണിക്കേന് വൈകുന്നേരം. അതിനുശേഷമാണ് ഈശ്വർ മൽപ്പനെ വിളിച്ചിട്ട് പറയണത് ഇറങ്ങരുത്, ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, അറസ്റ്റ് ചെയ്യും എന്നുള്ള രൂപത്തിൽ. എന്നാൽ നേവി ആണെങ്കിലോ, നേവി ഇന്നലെ ഇറങ്ങിയതാണ്. ഇന്നലെ ഇറങ്ങിയിട്ട് 2 സ്പോട്ട് ഇവർ കണ്ടും ചെയ്ത്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ബോട്ടായിട്ടാണ് വന്നിരുന്നത്. ഇന്ന് 2 ബോട്ട് 5 ആൾ ഡൈവ് ചെയ്യാനുള്ള ആളുകൾ ആ എല്ലാ എക്യുപ്മെൻസും ആയിട്ട് ഇന്ന് അവിടെ ഒക്കെ റെഡിയാക്കി. ഇനി പുറപ്പെടേണ്ട താമസമുള്ളൂ. അനുമതി കൊടുക്കണില്ല. എന്തുകൊണ്ടാണ് ഈ അനുമതി നിശ്ചയിക്കുന്നത്? വെള്ളത്തിൽ ഒഴുക്കുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണോ? ഇതൊരു ഈഗോ പ്രോബ്ലമാണ്. ഞാൻ ഇപ്പം മുന്നേ പറയുന്ന കാര്യമാണ്. ഇതൊരു നിസാരമായ ഒരു അത്ര എന്താ പറയുക ഹ്യൂജായിട്ടുള്ള ഒരു ദുരന്തമൊന്നുമല്ല. ഈ ദുരന്തത്തിന് ഇത്ര എന്താ പറയുക വിവാദമാക്കി മാറ്റിയത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. പൂർണ്ണമായിട്ട് ഈ ജില്ലാ ഭരണകൂടത്തിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഒരു സ്വതന്ത്ര അന്വേഷകനെ കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നേവി ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അനുവദിച്ചത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? അത്ഭുതമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ അത്ഭുതമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ പോലീസുകാർ എന്തോ ഒരു ദയ ആണ്. അല്ലാതെ ഇവർ ഒരു തരത്തിലും ഒന്നും ആലോചിച്ചിട്ട് സങ്കടമില്ലാതെ വേറെ ഒന്നും വരുന്നില്ല. സതീഷ് MLA ഇതിൽ വലിയ തോതിൽ നമുക്ക് ഇടപെട്ട ഒരാളാണ്. അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പുള്ളിക്കാരന് കുറച്ചെങ്കിലും ഇതിനോടൊരു താല്പര്യം, എങ്ങനെങ്കിലും ആളുകളെ എടുക്കണം. പുള്ളിക്കാരൻ്റെ ഇതിൽപ്പെട്ട ആളുകളാണല്ലോ 2 പേര്. ആ 2 പേര് പ്രഷർ പുള്ളിക്കാരനുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നു ഒരു MLAക്കും കുറെ പരിധികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏകോപനത്തിനൊരു കുറവ് സംസ്ഥാനത്തിന്റെ ഒരു ഏകോപനം ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നമ്മളെ സംസ്ഥാനത്ത് നിന്ന് എല്ലാ നേതാക്കന്മാരും അർജുന്റെ വീട്ടിൽ വരുന്ന ആശ്വാസവാക്കുകൾ പറയുന്ന MLAമാർ വരുന്ന മന്ത്രിമാർ വരുന്ന എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടേക്ക് എത്തണില്ല. ഇവർ വെറുതെ ഒരു ആശ്വാസവാക്ക് നൽകുകയാണോ അല്ലെങ്കിൽ അതിനായിട്ട് കാര്യമായി പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളത്. നിലവിൽ ഇന്ന് എപ്പോൾ തെരച്ചിൽ തുടരുമെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വിവരമുണ്ടോ? ഇന്ന് തെരച്ചിൽ ഉണ്ടാകുമോ? ഈ ഒരു ഇതിലും തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ പിന്നെ അതിലൊരു അർത്ഥമില്ല. തെരച്ചിൽ ഈ സമയത്ത് നമ്മൾക്ക് അറിയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ടതാണ്. അതിനുള്ള അവകാശമുണ്ട്. അത്ര ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയ 2 വണ്ടികൾ ഇപ്പോഴും കാണാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. ആ വണ്ടികൾ ഇനി ഈ മണ്ണിൻ്റെ ഈ മൺകൂനായിട്ട് നിൽക്കണ്ടല്ലോ ഈ പുഴൻ്റെ, അതിൻ്റെ അടിയിലാണെങ്കിൽ അവിടുന്ന് എടുത്തു തരേണ്ട ബാധ്യത ഇവിടുത്തെ ഗവൺമെൻറ്റിനാണ്. ഇതിനൊരു ഉത്തരം നൽകാൻ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ് തരത്തിൽ തയ്യാറാവുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ചെലവിൽ ചെയ്തോളാം. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ജിതിൻ ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് നമ്മൾ സ്വന്തമായി തന്നെ തെരച്ചിൽ നടത്താൻ അതിന് അനുമതി നൽകുക. പക്ഷെ അതും ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ തെരച്ചിലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നടപടി കാണുന്നില്ല. ഏതായാലും ഒരു അനിശ്ചിതത്വം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അത്രത്തോളം ഉറപ്പാണ് നമുക്ക് നാവികസേനയിൽ നിന്ന് ലഭിച്ച് രാവിലെ 9 മണിക്ക് തെരച്ചിൽ തുടരുമെന്ന കാര്യത്തിൽ. പക്ഷെ ഇപ്പോഴും ഇത്ര സമയമായിട്ടും അവരുടെ ഏതെങ്കിലും ആളുകൾ ഇവിടെ എത്തുകയോ അത്തരത്തിൽ തെരച്ചിൽ നടത്തുകയോ ചെയ്യാത്തൊരു സാഹചര്യം തന്നെയാണ്. എന്തായാലും അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. എത്രയും പെട്ടെന്ന് തെരച്ചിൽ തുടരണം എന്ന ആവശ്യം തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇപ്പോൾ ഉയരുന്നത്. എൽദോ റൈറ്റ്, അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മനാഫും ജിതിനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അനുമതി നൽകാത്തത് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യുന്നത്. സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ സന്നദ്ധമാണെന്ന് കുടുംബവും അർജുന്റെ സുഹൃത്തുക്കളും ലോറിയുടെ ഉടമ മനാഫും ഒക്കെ അറിയിക്കുകയും ചെയ്യുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി കൊച്ചിയിൽ